ദേ ഇങ്ങനെ വേണം ഭരണാധികാരികൾ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെക്കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. അദ്ദേഹം കോട്ടയം ജില്ലയിലെ വാകത്താനം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വീഡിയോ കോളിലൂടെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ചെയ്ത നല്ലൊരു പ്രവൃത്തിക്ക് അഭിനന്ദിക്കുകയാണ്. ഒരു ആഭ്യന്തരമന്ത്രിയും സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള അന്തരം നമുക്കറിയാമല്ലോ. പക്ഷേ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത ഒരു നല്ല പ്രവൃത്തി, ആ പ്രവൃത്തിക്ക് അദ്ദേഹത്തിനെ നേരിട്ട് തന്നെ വിളിച്ച് അഭിനന്ദിക്കുകയാണ് നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി. സംഭവം എന്താണെന്ന് വെച്ചാൽ വാകത്താനത്ത് തോട്ടിൽ ഒരു മുങ്ങിമരണം സംഭവിച്ചു. ബോഡി പൊങ്ങിക്കിടക്കുകയാണ്. 3 ദിവസത്തിലേറെ പഴക്കമുണ്ട് ആ ബോഡിക്ക്. പക്ഷേ ആ ഭാഗത്ത് നല്ല ആഴമുണ്ട്. പോലീസുകാരും രക്ഷാപ്രവർത്തകരും എത്തിയെങ്കിലും ആരും ആ ഭാഗത്തേക്കൊന്നും ഇറങ്ങിയില്ല. ഈ സമയമാണ് ആ വാകത്താനം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രതീഷ് പ്രസാദ്, അദ്ദേഹം ഒന്നും നോക്കിയില്ല, നേരെ ആ തോട്ടിലേക്ക് ഇറങ്ങി ആ മൃതദേഹം കരയ്ക്കടുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം ചെയ്ത നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. അത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് സംസാരിച്ചിട്ട് നമുക്കൊന്ന് കേൾക്കണ്ടേ? കേൾക്കാം. കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്. കേരള പോലീസിന് അഭിമാനമാണ് നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു കേട്ടോ. അവിടെ ഞാൻ എസ് പിയോട് പറയാം, നിങ്ങൾക്ക് ഒരു പ്രത്യേക ഇത് കൊടുക്കാനായിട്ട് അവിടുന്ന് അയക്കാൻ പറയാം കേട്ടോ. നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഓണറോ എന്തെങ്കിലും കൊടുക്കുന്ന കാര്യം ഞാൻ ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എവിടെ വീട്? മള്ളിശ്ശേരി. ഞാൻ പഴയ MP അല്ലായിരുന്നു, എനിക്കറിയാം മള്ളിശ്ശേരി. അപ്പൊ എല്ലാവിധ ആശംസകളും കേട്ടോ. ഇങ്ങനെ വേണം ഭരണാധികാരികൾ. നല്ലത് ആര് ചെയ്താലും അവരെ വിളിച്ച് അഭിനന്ദിക്കുക തന്നെ ചെയ്യണം. അതിന് സ്ഥാനമാനങ്ങൾ നോക്കരുത്. കാരണം ഈ സ്ഥാനമൊക്കെ നൽകുന്നത് സാധാരണ ജനങ്ങളാണ്.